ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടുന്നത് ഏത്തപ്പഴമാണ്. നമുക്കിവിടെ 2 ഏത്തപ്പഴം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കിത് ആവിയിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കണം. ഈ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുത്ത ശേഷം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ട് നമുക്കിത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ആ നടുഭാഗത്തെ കുരു ഒന്ന് എടുത്ത് കളയണം. അത് നമ്മുടെ സ്നാക്ക് കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ആ നടുഭാഗത്തെ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളയുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു മാഷർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ ഇത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിന് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമ്മളിനി പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇതിവിടെ കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമ്മളിതിവിടെ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ തേങ്ങ ഒരു അല്പസമയം ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മണ്ണും പൊടിയൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഈ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഇത് തേങ്ങയായിട്ടൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ ഒരല്പസമയം നമ്മളിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളിവിടെ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മാവിൽ നിന്നും കുറച്ച് മാവ് എടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുത്ത ശേഷം നമുക്ക് സാധാരണ നമ്മൾ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കുഴി ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുത്ത് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ഫില്ലിംഗ് ഒന്നും ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ തന്നെ വേണം നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കാൻ. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. എല്ലാം നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു അല്പം നെയ്യ് കൂടി തേച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് ആവിയിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ്.